ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് ബീഫ് കറിയാണ് ഗൈസ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ യുദ്ധക്കളം കേട്ടോ. ഇതാണ് എൻ്റെ കുഞ്ഞടുക്കള ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലേ, ഇതാണ് നമ്മുടെ അടുക്കളയിൽ മെയിനായിട്ടുള്ള ഗ്യാസ്, മിക്സി, അത്ര തന്നെ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബീഫ് എടുത്ത് വെള്ളത്തിലിട്ട് ഐസ് പോകാൻ വേണ്ടി കുറച്ച് നേരം ഇട്ടിരുന്നു. പിന്നെ അതെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ആ ബീഫ് എടുത്ത് കുക്കറിലിടുക. കുക്കറിലിട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ അപ്പോഴപ്പോഴും കൂടെ കഴുകി അങ്ങ് വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ അത് പിന്നെ ഒരു വലിയൊരു തലവേദനയായിട്ട് അവിടെ കിടക്കും. അങ്ങനെ കൊണ്ട് ഞാനത് എടുത്ത് കഴുകി. പിന്നെ കുക്കറിനകത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ കലക്കിയ വീട്ടിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഉപ്പ് ഒഴിച്ച് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതും എടുത്തിട്ട് നമ്മൾ കുക്കറിൽ വയ്ക്കുക, അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ, കാരണം അത് ടെൻഡർ ബീഫ് ആയതുകൊണ്ട് ഒരു പെട്ടെന്ന് വേവും. അതുകൊണ്ട് 2 ബീഫ്, പിന്നെ ഒരു 2 വിസിൽ കേട്ടതിന് ശേഷം നമുക്കത് ഇറക്കാം. അപ്പം വിസിൽ കേൾക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഒരു 5 സവാള, 2 തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഈ സാധനങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഈ സവാള അതെടുത്തിട്ട് സവാളയുടെ തൊലി നല്ലപോലെ കളഞ്ഞ് 5 സവാള എടുത്ത് 5 തൊലി കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചെടുക്കുക. കാര്യമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് അഴുക്കൊക്കെ കാണുമല്ലോ, അതൊക്കെ പോകണമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ വയറിളക്കം വരും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഓരോ സവാള കുഞ്ഞുങ്ങളെയും കുളിപ്പിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് അതിനെടുത്ത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ സാധനം നമ്മളൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചൊന്ന് ചെറിയൊരു പേസ്റ്റ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമേ എടുത്ത് അതിന് മിക്സിയിലിട്ടു, ഒന്ന് അടിച്ച് നോക്കി. പക്ഷേ അത് കറക്റ്റായിട്ട് ആദ്യത്തെ തവണ കറക്റ്റായിട്ട് വന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടി അടിക്കുന്നുണ്ട്. ഒന്നുകൂടി അടിച്ച് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് വരും ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ സവാള എടുത്തു ഗൈസ് അരിയാൻ വേണ്ടിയിട്ട്. സവാള ഞാൻ എപ്പോഴും കട്ടിംഗ് ബോർഡ് വെച്ചാണ് അരിയുന്നത്. എനിക്ക് വലിയ സവാള അരിഞ്ഞുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. എപ്പം ഞാൻ എന്തെങ്കിലും അരിയാൻ എടുത്താലും കൈ മുറിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഫിംഗർ ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. പിന്നെ നല്ലപോലെ നൈസായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ, കാരണം എണ്ണയിലിട്ട് വഴറ്റേണ്ടതല്ലേ. അപ്പോൾ കട്ടിംഗ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പീസായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ച് തന്നെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ ചടപടാ നമ്മൾ എല്ലാം. പിന്നെ ഞാനൊരു കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ല, അങ്ങനെ ചില നേരത്തൊക്കെ കുക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുന്നതും. പക്ഷേ ചില നേരത്തെ ഈ തട്ടിക്കൂട്ട് പരിപാടികൾ വളരെ മികച്ച ടേസ്റ്റ് നൽകുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കുക്കറിൽ 1-2 വിസിൽ കേട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള സവാളകൾ കൂടി ചടപട അരിക്കുകയാണ് കേട്ടോ. അരിഞ്ഞതിന് ശേഷം പിന്നെ തക്കാളി ഇതൊക്കെ അരിയാനുണ്ട്. പിന്നെ അങ്ങനെ അരിഞ്ഞ് ഇത് നല്ലപോലെ അരിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ലെയറായിട്ട് കിടക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചടപടാന്ന് എടുത്ത് വെച്ചിരുന്ന 2 തക്കാളി ഉണ്ടല്ലോ, അത് നൈസായിട്ട് തന്നെ അരിയണം. അല്ലെങ്കിൽ പിന്നെ കറിയിൽ അത് ഇതായിട്ട് കിടക്കും, വലിയ പീസുകളായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ വേറെ വലിയ പാത്രങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ ഒരു ഇഡ്ഡലി പാത്രം എടുക്കുക കേട്ടോ. ഇഡ്ഡലിയുടെ പാത്രം എടുത്തിട്ട് അതാണ് ഇച്ചിരി കട്ടിയുള്ള പാത്രം. അതിലോട്ട് നല്ലപോലെ എണ്ണ ഒഴിച്ച്, പിന്നെ എൻ്റെ കുറച്ച് ടിപ്പുകളാണ് അതിലൂടെ കടുക്, പിന്നെ ഉലുവ, പിന്നെ കുറച്ച് ജീരകം, ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ സവാള നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് അതെടുത്തിട്ട് കൊടുക്കുക. യഥാർത്ഥത്തിൽ എല്ലാവരും നാട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇനിയും പച്ചവളം അരിഞ്ഞതാണ് എടുത്തിട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ ഞാനത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അത് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഈ സവാള ഇട്ട് അതൊന്ന് കുഴച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഇഞ്ചിയും പച്ചവളവും ഇട്ട് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ് അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് സവാള എല്ലാം നല്ല വഴണ്ടി വരുന്നവരെ. പിന്നെ അതിൻ്റെ അവിടെ ഒരു ടിപ്പുണ്ട്, അത് നിങ്ങൾ ചെയ്യുമെന്ന് അറിയത്തില്ല, കുറച്ച് ഉപ്പൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലപോലെ സവാള വഴണ്ടി വരും. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സവാള നല്ലപോലെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. സവാളയും തക്കാളിയും ഞാൻ ഒരുമിച്ച് തന്നെ ഒരുമിച്ചല്ല, സവാള ഒന്ന് വഴണ്ടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മസാലകളുണ്ടല്ലോ, എപ്പോഴും ഇടുന്ന മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇടുക. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇടുക. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം മഞ്ഞൾപ്പൊടി കമ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിനേക്കാളും കുറച്ചാണ് ഇടുക. നമ്മൾ കുറച്ച് നേരത്തെ കുക്കറിൽ ഇട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ കാശ്മീരി ശരിപ്പൊടി അതിടുക. എന്നിട്ട് നല്ലപോലെ കുഴയുക. അപ്പോൾ ഈ വിസിൽ വന്നതിൻ്റെ ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ആ ബീഫ് എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇതിനകത്തിട്ട് ഇടണം. നല്ലപോലെ മസാല ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മുടെ ബീഫ് എടുത്ത്
ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം മസാലയിൽ കുറച്ച് ഞാൻ പിന്നെ ഇറച്ചി മസാല കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈസ്റ്റേൻ്റെതാണ്. അപ്പം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പെരുംജീരകവും ഞാൻ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വേവിച്ചെടുത്ത ബീഫുണ്ടല്ലോ, അതും എടുത്ത് മസാലയിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക. മസാലയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കുറേ നേരം എടുക്കുക, ഒന്ന് വഴറ്റി കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കുറച്ചൊന്ന് വറ്റുന്ന വരെ വെച്ചിരുന്നിട്ട് പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഈ സമയത്താണ് കരിവേപ്പില ഇടുക കേട്ടോ. കരിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണം വരും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കരിവേപ്പില ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ തിളയ്ക്കുന്നവരെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങി മസാലയായിട്ട് ഇറച്ചിയിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കറിയായിട്ട് കൺസിസ്റ്റൻസി വേണമെന്നുള്ളവർക്ക് കറിയായിട്ടും എടുക്കാം, അല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് ഇതാണ്. ഞാനിങ്ങനെ ഇറച്ചി എടുത്ത് ഓരോ പീസായിട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് വെന്തോ വെന്തില്ലേ എന്നുള്ളത്. അങ്ങനെ ഞാൻ എടുത്ത് നോക്കുകയാണ് കേട്ടോ, അത് വെന്തോ വെന്തില്ലേന്ന്. നല്ല എല്ല് പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാരണം എല്ല് പീസ് ഇട്ടാലേ നമ്മുടെ ഇറച്ചിക്കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ല് പീസ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് ഇളക്കി മറിച്ച് തിരിച്ചൊക്കെ കുറച്ച് നേരം ഇളക്കി വെക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മളെ കറി